നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പൊ നമ്മളിന്ന് നമ്മുടെ ഹണിമൂൺ അല്ലേ, നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ വേണ്ടി നമ്മൾ നേരെ മാൽദീവ്സിലോട്ട് പോവുകയാണ്. മാൽദീവ്സ്, നമ്മൾ പാവപ്പെട്ട ഒരു മാൽദീവ്സ് ആയിട്ടുള്ള വർക്കലയിലോട്ട് എല്ലാരും ഫസ്റ്റ് ആനിവേഴ്സറി മാൽദീവ്സും ബാലിയിലൊക്കെയാണ് പോയി ആഘോഷിക്കുന്നത്. നീ ഇങ്ങനെ വർക്കല നിറങ്ങി നടന്നു. നീ നമ്മുടെ മിനി ഗോവയാണ് വർക്കല. ഗോവയെ കാട്ടി അടിപൊളി ബീച്ചാണ് വർക്കല ബീച്ചാണ്. ഉള്ള പറയണല്ല. സത്യം പറഞ്ഞാൽ നോർത്ത് ഇന്ത്യൻസൊക്കെ മിക്കവരും വരണ വർക്കലയിലാണ്. ഇപ്പൊ ഗോവയിലും വരും. ഗോവയിൽ വേറെ വൈബാണ്, പാർട്ടി മൂഡ്. പക്ഷെ എന്നാലും നമ്മൾ വർക്കല പൊളിയാണ്. വർക്കലയില് നമ്മളൊരു റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട് സുഹൃത്തുക്കളെ, ഒരു ബീച്ച് റിസോർട്ട്. അപ്പൊ നമ്മളിന്ന് അവിടെ അടിച്ചിട്ട് പൊളിക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ വെഡിങ് ആനിവേഴ്സറി അവിടെ അങ്ങോട്ട് സെലിബ്രേറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പം അല്ലേ മൃദുലേ, വൈകിട്ട് നമ്മള് കുറച്ച് പേരെല്ലാം കൊണ്ട് അതൊക്കെ വഴിയെ കണ്ട സർപ്രൈസ്. അതെ, ഇന്നലത്തെ മുടിയുടെ ഒക്കെ അങ്ങ് പോയി. ഷാമ്പൂട്ടാ ഞാൻ ഒന്നും ചെയ്തില്ല. സത്യം പറഞ്ഞ ഈ സലൂണിൽ കയറിയിട്ട് അവന്മാരെ മിററി കാണാൻ ഭയങ്കര ചേല. വെളിയിറങ്ങി കഴിഞ്ഞ കാശിന് കൊള്ളത്തില്ല. കൊള്ളാതാണ് പറയാലോ മൃദുലേ, ഇരിക്കണ്ട, നീയും കൊള്ളത്തില്ലായിരുന്നു. മുടിയുടെ ഇവിടെ പോയി. അത് ഈ ഡ്രസ് എങ്ങനെയുണ്ട് ഗൈസ്? എങ്ങനെയുണ്ട് ഗൈസ്? നൈറ്റി പോലുണ്ട്. നൈറ്റി വെട്ടി തയ്ച്ചോ അല്ലേ ഗൈസ്? ഈ കളർ രണ്ടും എനിക്കില്ല. അമ്മയും അൻപും ബാക്കിലുണ്ട് സുഹൃത്തുക്കളെ. അമ്മ നമ്മളിന്ന് ബീച്ച് റിസോർട്ടിൽ പോവാ. ബീച്ച് റിസോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? കണ്ണാടി ചങ്ങല വെച്ചൂടെ? ബീച്ചിൽ പോയിട്ടുണ്ടോ? ബലിയിടാനാ? ആർക്കായിരുന്നു ബലിയിട്ടത്? ഓ, അവിടെ മറ്റേ പാപനാശനം കൊണ്ടല്ലോ. പാപനാശനമെന്ന് ഇവന്തിരിക്കാങ്ങി പറയണ. പാപനാശനം കാപ്പിലെടുത്താണോ പോന്നെ? ഒരു അമ്മാവും പാവ അപ്പൊ ഒറ്റയ്ക്ക് നടന്നു വരുന്നു, ഏകാന്തനായി. ഐസ്ക്രീം വേണോ? ഐസ്ക്രീം സ്ട്രോബെറി മിക്സ്. നിന്റെ ഡ്രസ്സിനെ പറ്റി ഞാൻ എപ്പോഴും പറയാറുണ്ട് മുതലേ, പട്ടി മൈൻഡ് ചെയ്തിട്ട് കേട്ടോ. വാഴയ്ക്ക് ഈ ചൂടുള്ള സമയത്ത് ഈ ചാക്കും വലിച്ച് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എന്റെ പുതിയതല്ലേ ഈ ചാക്കും വലിച്ച് ചൂടത്തിട്ടത് ഇച്ചിരി ഷോ കാണിക്കാൻ വേണ്ടിട്ടാ. എന്നിട്ട് മൈൻഡ് ചെയ്യരുത്, പട്ടി മൈൻഡ് ചെയ്യരുത് കേട്ടോ. അടിപൊളിയായിട്ടാ ഏട്ട ഇടുന്ന എല്ലാം അടിപൊളിയാ. കാരണം നട്ടുച്ച ഒരു 35 ഡിഗ്രി സെൽഷ്യസ് എങ്കിലും കാണും. ആ ചൂടത്ത് ഈ ചാക്ക് വാഴയ്ക്ക് വലിച്ച് കയറ്റിയിട്ടിട്ട്, ഇതാണ് ആ കോട്ടൺ ചണച്ചാക്ക്, പണ്ട് റേഷൻ കട അരി വരുന്ന ചാക്ക്, അതാണ് വാരിയിട്ടിരിക്കണ. എന്നിട്ട് വട്ടി മൈൻഡ് വരുന്നില്ല. ഇത് പുട്ടുകുറ്റി. പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്തെ ഒരുപാട് പേർക്ക് പുട്ട് കൊടുക്കണ്ടേ. ആ കോമഡികളൊക്കെ കേട്ടിട്ടില്ലേ? അതിനകത്താണ് ഇത് ഡയലോഗ്. ഒറ്റ തള്ളല. ഇത് കേൾക്കാത്തോണ്ടാ നിനക്ക് അടിച്ചിരുന്നത്. സുഹൃത്തുക്കളെ, ഇതുണ്ടാടി മറ്റേ ബലൂണി അതിന് പാരാഗ്ലൈഡിങ് എന്നില്ല പറയണ. അതുകൊണ്ടാണ്ടോ ഇതുകൊണ്ടാണ്ടോ സൂപ്പറല്ലേ മൃദുലേ? ജെറ്റോ? പക്ഷെ ഇത് ഏത് വഴിയെന്ന് എനിക്കറിയാൻ പേട്ടാ. ഗൂഗിൾ മാപ്പിൽ എങ്ങോട്ടൊക്കെ കൊണ്ടുപോവുക. എന്നെ ചാതനോ തെറിയവേ ഇല്ല കേസ്. വരുന്ന വഴിക്കാണെങ്കിൽ മൊത്തം കട്ടർ റോഡ് പോലും ഇല്ല. ഇപ്പോൾ TVM വഴി വരുമ്പോൾ വേറെ റൂട്ടാണ് വരുന്നത്. എനിക്ക് ഈ റൂട്ട് അങ്ങനെ അറിയത്തുമില്ല. ആയിരിക്കാം. ഒരു രക്ഷയില്ല ഗൈസ്, അടിപൊളി കേട്ടാ. താഴെ കൂടെ അതിന്റെ റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ട് സംഭവം. ഹേ ഗായ്സ്, ഇപ്പം നമ്മളിത് റൂമിൽ എത്തിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങോട്ട് വരുന്ന വഴിക്കുള്ള വ്യൂ ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പം മൃദുലയും മാവയും അമ്മയും എല്ലാവരും അകത്തുണ്ട്. ഇതൊരു എന്താ പറയുന്ന ഒരു ക്ലാസി ലുക്കുള്ള ഒരു റിസോർട്ട്. എന്ന് വെച്ചാൽ നമ്മളൊരു പുതിയ ലക്ഷറി സെറ്റപ്പ് ഒന്നുമല്ല, കാണാൻ പുറത്തുനിന്ന് കാണാൻ വേണ്ടി ക്ലാസി എന്തൊക്കെ കണ്ടില്ല, ഡോറും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. അപ്പോൾ ലെറ്റ്സ് ഗോ ഗൈസ്, നമുക്ക് അകത്തോട്ട് പോകാം. അവിടെയൊക്കെ കിടുക്കാച്ച സീനറിയാണ്. നമുക്ക് അങ്ങോട്ടൊക്കെ പോകാം. അങ്ങോട്ട് ആദ്യം നമുക്ക് ഫുഡ് കഴിക്കണമെങ്കിൽ നല്ല വിശപ്പിട്ട്. അപ്പോൾ നമുക്ക് നേരെ റൂമിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ റൂം ടൂർ. കയറുമ്പോൾ തന്നെ 2 ചെയർ, ഹാള് കണക്കൊരു സംഭവം ഉണ്ട്. നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ. റൂം എന്ന് പറയണത്. ഹായ്, ഹലോ, ഹൗ ആർ യു? ഇവിടെ വന്ന് തണുപ്പുണ്ട് കേട്ടോ. അപ്പൊ AC നോക്കി അനങ്ങാതെ കിടപ്പുണ്ട്. ഇടയ്ക്കാണ് നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യമായിട്ടാ ഞാൻ കാണുന്നത് സ്ലൈഡിങ് കണ്ടിട്ടില്ലേ? നമുക്ക് ബീച്ചിൽ പോണ്ടേ? നീ കടൽ കണ്ടിട്ടില്ലല്ലേ? നീ കടൽ കണ്ടിട്ടുണ്ടോ? കടൽ കണ്ടിട്ടുണ്ടോ?
എടുക്കുന്നെ വരൂ വരൂ സഹദേവ കണ്ണട 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 കുഞ്ഞിനെ പിടിച്ചോണ്ട് കണ്ണടച്ചാലേ നിനക്കും കൂടി അച്ഛൻ സർപ്രൈസ് തന്നെ നീയും കണ്ണടക്കണം വാ വാ അമ്മ അതോ ഓടുന്നു നിന്നെക്കാട്ടി മുമ്പേ ഓടുന്നത് ഞാൻ പറഞ്ഞിട്ടേ കണ്ണ് തുറക്കാവൂ രണ്ടുപേരും ഞാൻ പറഞ്ഞിട്ടേ രണ്ടുപേരും കണ്ണ് തുറക്കാവൂ ഇനി കണ്ണ് തുറ എങ്ങനെ ഉണ്ട് ഈ പിള്ളേർക്ക് ഇവിടൊക്കെ വന്ന് വീഴ പോത്തില്ലേ അമ്മ അങ്ങോട്ട് പോലെ നോക്കി പോണേ ഈ സ്വിമ്മിംഗ് പൂള് നോക്കി മൃദുലേ നോക്കി വെള്ളം വീഴുന്ന അടിപൊളിയല്ലേ ഇവിടുത്തെ കുളിക്കേ അമ്മ എന്നാ പിടിച്ചോ അമ്മ ഇന്ന് കുളിക്കണല്ലേ ഇന്ന് കുളിക്കണം കേട്ടാ ഇപ്പം കുളിച്ചില്ല അമ്മ എപ്പം അമ്മ കുളിക്കണം ഇന്ന് കുളിക്കണം ഇവിടെ കുളിക്കണം നമുക്ക് ഇന്ന് ഇവിടെ അമ്മ പറയണേ ചൂടുവെള്ളം ഇല്ല അമ്മ സ്വിമ്മിംഗ് പൂളിൽ ചൂടുവെള്ളം ഒഴിക്കാം നട്ടുച്ചയ്ക്ക് തന്നെ കിടന്നാ മതി നമുക്ക് ഇവിടുന്ന് കുളിച്ചോണ്ട് നമുക്ക് ഇതാണ്ട് ബീച്ച് കാണാം കേട്ടോ ഇതിന്റെ അരിയൊക്കെ അരയ്ക്കാൻ കഴിച്ചാൽ മാത്രം പോരെ കഴിച്ചിട്ട് പൈസ കൊടുത്തില്ലെങ്കിൽ കുത്തിയിരുന്ന് അരി അരയ്ക്കാനാന്ന് തോന്നുന്നു അതെന്തല്ലേ വേറെ എവിടെയും കണ്ടിട്ടില്ലാത്ത രീതിയില് മുക്കുലിയുടെ കൈ ഇരുന്ന് കരച്ചിൽ മാറിയില്ല ലാസ്റ്റ് എന്റെ കൈ വന്നപ്പോഴാണ് കരച്ചിൽ വെച്ചോണേ ഫുഡ് വരുമ്പോഴും കയ്യിൽ വെച്ചോണേ അച്ഛന്റെ കൈ ഇരുന്ന് കഴിഞ്ഞാൽ അവനെ അറിയാം അച്ഛൻ ഓക്കെ ആണ് അച്ഛന്റെ കൈ ഇരുന്ന് കരയത്തില്ല ഫുഡ് വരുമ്പോഴും കൈ തന്നെ വെച്ചോണേ ഈ അങ്ങോട്ട് പോവില്ല അച്ഛന് പാലില്ല എന്തിനാ അങ്ങോട്ട് പോണേ അല്ല വെച്ച കരച്ചിൽ മാറും പിള്ളേരെയൊക്കെ കരയപ്പോ ഇങ്ങനത്തെ ഓരോ കോക്കൃതര കാണിക്കണം നമ്മള് മങ്കി ആവണം അച്ഛൻ മങ്കി ആവണം ആവണ്ടല്ലോ ചിരിച്ചാ മതി കേട്ടോ അവനിങ്ങനെ നടക്കണം കൈസ് കണ്ട അവനിങ്ങനെ നടക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ഇത്രേ ഇവിടെ കാണിച്ചു കൂട്ടിയത് കണ്ട ഇപ്പം കണ്ട അടങ്ങിയിരിക്കുന്ന കണ്ട മൃദുലേ അവനിങ്ങനെ നടക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ഇങ്ങനെ ആയത് കരഞ്ഞത് ഇപ്പോൾ ഒരു കുഴപ്പമില്ല അതുപോലെ ഇച്ചിരി ചൂടെടുത്താലും കരയും തണുപ്പ് എത്ര വേണേലും അവൻ സഹിക്കും ഇച്ചിരി ചൂടെടുത്താൽ സഹിക്കൂല ഇതൊക്കെ എടുത്തിട്ടുണ്ടോ എന്തുവാ ബീച്ച് സൂട്ട്സ് ബീച്ചാ ഇങ്ങനെ കിടക്കുമല്ലോ മദാമ്മമാര് ഓ ബീച്ച് സൂട്ട്സ് നമുക്ക് കയ്യിലും തോർത്ത് അമ്മ സോപ്പൊന്നും കൊണ്ടുവരില്ലേ അമ്മ ഇന്ന് സ്വിമ്മിംഗ് പൂളിൽ കുളിക്കാൻ പോവാന്ന് സോപ്പൊക്കെ എടുത്തോണ്ട് വരും സോപ്പ് ബക്കറ്റ് ചകിരി ബക്കറ്റിൽ ഇച്ചിരി ചൂടുവെള്ളം ചകിരി എവിടെ പോ സ്വിമ്മിംഗ് പൂളിൽ കുളിക്കാൻ അയ്യോ അങ്ങനെയൊക്കെ കൊണ്ടുപോയിട്ടുള്ള ഒരുപാട് ആൾക്കാർ പിന്നെ എന്നിട്ട് അതിന്റെ കരക്കിരുന്നിങ്ങനെ കോരി കുളിക്കണം പഞ്ചാബി ചിക്കൻ കറി ഫ്രൈഡ് റൈസ് സാധാ പൊറോട്ട ലാച്ച പൊറോട്ട എനിക്ക് ഗോതമ്പിലുണ്ടാക്കിയ പൊറോട്ടയും തോന്നുന്നു ഇവിടെ ഫുഡിന് ഭയങ്കര എക്സ്പെൻസാണ് അത് വർക്കല വരുന്നവർക്കറിയാം നല്ല ഫുഡ് ഇട്ട് ടേസ്റ്റ് ഒക്കെ കിട്ടത്തുമില്ല എന്നാൽ ഭയങ്കര എക്സ്പെൻസീവാണ് ഫുഡിന് വർക്കല അത് ബീച്ച് സൈഡ് അല്ല തന്നെ ഗോവയിലൊക്കെ അടുക്കാൻ പറ്റൂല ആഹാ കൈ കഴുകാൻ കടലിൽ പോകണം ഇവിടെ ഒന്നും ഒരു പൈപ്പില്ല കൈ കഴുകാൻ കടലിൽ പോകണം അതാണ്ട് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ പോണോന്നാ ചോദിച്ച വ്യക്തിയാ പോണോ കടലിൽ പോണോ റെസ്റ്റ് ഇനി ഒന്ന് കിടന്ന് റെസ്റ്റൊക്കെ ചെയ്തിട്ട് വെയിലൊക്കെ താന്നിട്ട് സ്വിമ്മിംഗ് പൂളിൽ കിടന്ന് മലന്ന് ഞാൻ തലേ കൈ വെച്ച് ഞാൻ ചിരിച്ചു കണ്ടിട്ട് തലേ കൈ വെച്ച് അപ്പൊ ഓക്കെ കിടന്ന് മയങ്ങിട്ട് വരാം മയക്കൊന്നും ഇല്ല കേട്ടോ പിന്നെ വരാം നമ്മൾ പൂളി കുളിക്കാൻ പോവുകയാണ് കഴുത്ത് വരെ മുങ്ങാളുണ്ട് ഇല്ല കൊച്ചു പിള്ളേർക്കും തോന്നുന്നില്ല ബെഡ് നോക്കി
അതിപ്പോ അതിനകത്തൊരു കൊച്ചു പിള്ളേരെ കയറി കിടക്കും. ആണോ? അയ്യോ കാണാൻ തോന്നില്ലേ? തോന്നില്ലേ? തോണ്ട് 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 തോണ്ട്. എന്തോടെ ഒരു വൈക്ലഭ്യം പോലെ നിനക്ക്? എൻ്റെ പട്ടി ഒരു വൈക്ലഭ്യം. പഞ്ചാബി ചിക്കൻ കിട്ടിയില്ല? പഞ്ചാബി ചിക്കൻ കിട്ടിയെന്ന് ഇഷ്ടപ്പെടുന്നില്ല. പൂളും ഈ പൂളി കിടക്കുന്ന ആൾക്കാരെ പറഞ്ഞു വിടണം അച്ഛൻ. പോയിണ്ട പറയണോ? പറഞ്ഞു വിടണോ? ആ எந்த காற்றின் நலாவலில் மலரிதழ்கள் விரிந்திடுமோ எந்த தேவனின் ஆடியில் மனையறைகள் திறந்திடுமோ ஒரு சிறுவழி இறந்ததுமே இதயத்திலே உனதிருவிழி தடவியதால் அமிழ்ந்து விட்டேன் மயக்கத்திலே உதிரட்டுமே உடலின் திரை இதுதான் இனி நிலாவின் கரை கரை அனல் மேலே பனித்துளி அலை பாயும் ஒரு கிளி மரம் தேடும் மழை துளி இவைதானே இவளினே இமையிரண்டும் தனித்தனே உறக்கங்கள் உரைப்பனே எதற்காக தடையினே ഡ്രസ്സൊക്കെ എങ്ങനെയുണ്ട് സുഹൃത്തുക്കളെ? അല്ലേ നൈസല്ലേ? അമ്പൂട്ടിന് മാത്രം ഇതിനൊക്കെ ഒരു കുർത്തയും കൂടി അവന് കിട്ടിയിരുന്നെങ്കിൽ സെറ്റായിരുന്നില്ലേ വെറുതെ. പക്ഷെ നമ്മൾ കുറെ തപ്പി നമ്മൾ സമയത്തിന് തയ്പ്പിക്കാത്തതുകൊണ്ട് നമുക്ക് കിട്ടിയില്ല. നമ്മൾ റെഡിമെയ്ഡ് നോക്കിയിട്ട് നമുക്ക് അവൻ്റെ സൈസിനുള്ള കിട്ടിയില്ല കേട്ടോ. എവിടെ അങ്ങോട്ട് കിളി കരയുന്നതാണോ നോക്കുന്നേ അതോ പൂക്കളിലാണോ നോക്കുന്നേ? എങ്ങോട്ടൊക്കെ വട്ട വിട്ട് നോക്കുന്നത്? അങ്ങോട്ട് നോക്ക്, കടൽ നമ്മൾ ആദ്യമായിട്ടല്ലേ കാണണേ. അങ്ങോട്ട് നോക്ക് എടാ, അങ്ങോട്ട് നോക്കടാ. അല്ലെങ്കിൽ മാമാരെ നോക്കിടാണ്ട് ക്യാമറ കാട്ടി നിൽക്കുന്നുണ്ടല്ലേ.
സർപ്രൈസ് കണ്ട, അതിന്റെ ബാക്കി പടക്കം പൊട്ടിക്കുന്നുണ്ട, കണ്ടാ ഗൈസ്, ഇത് കഥയിലില്ലാത്തതാട്ടാ. നമ്മൾ കറക്റ്റ് ടൈമിങ്ങിന് അവർ പൊട്ടിച്ചെന്നുള്ളതാ. ഇതാരോ അവിടെ വേറെ ബർത്ത്ഡേ എന്തോ ആഘോഷിക്കും കേട്ടോ. എന്തായാലും നമുക്കിത് ഭയങ്കര ഉപകാരമായി. നമ്മളതേ കറക്റ്റ് ഇവിടെ വന്ന് ഇരുന്നപ്പോ തന്നെ സെറ്റായിട്ട് പടക്കം ബാഗിന് വേണ്ടി പൊട്ടുന്നുണ്ട്. പിന്നെ വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് കൈമാറാൻ പോകും. അപ്പൊ മൃദുലയുടെ ഗിഫ്റ്റ് തന്നിട്ടുണ്ട് സുഹൃത്തുക്കളെ. അപ്പൊ ഇനി അടുത്തത് ഇനി എന്റെ ഗിഫ്റ്റ്. അങ്ങോട്ട് കരഞ്ഞില്ലായിരുന്നല്ലോ. അപ്പം നമ്മളിത് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. കാർട്ടൂൺ കണ്ടോണ്ടിരിക്കുകയാണ്. അയ്യോ ടോമാഞ്ചെറി കണ്ടോണ്ടിരിക്കുന്നു. അയ്യോ പൊന്നെ തള്ളച്ചിയാണ് അവളിരുന്ന് ടോമാഞ്ചെറി കണ്ടോണ്ടിരിക്കുന്നത്. ആസ്വദിച്ച് കാണുന്നു. എന്തോ കാണുന്നേ? അയ്യോ പട്ടിക്ക് പെയിന്റ് അടിക്കുന്ന അവിടെ. ടോമിന്റെ കുഞ്ഞാണ്. നമ്മുടെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്ന നമ്മുടെ ക്യാമറമാന്മാര്, നമ്മളെ ക്രൂ ഫുൾ, നമ്മൾ ഷൂട്ടിന്റെ നമ്മുടെ ഇവന്റിന്റെ ക്രൂ മൊത്തമാണ് കേട്ടോ. എല്ലാവർക്കും ഫുഡൊക്കെ വാങ്ങിച്ച് ഹാപ്പി ആയിട്ട് നമ്മൾ പിരിയാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മളിത് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് വന്നു. ഞാൻ എഡിറ്റിങ്ങിനായിട്ട് ലാപ്പൊക്കെ ആയിട്ട് നേരെ കടപ്പുറമൊക്കെ കണ്ടിരുന്ന് എഡിറ്റ് ചെയ്യാൻ. നല്ല തണുപ്പുണ്ട് കേട്ടോ അവിടെ. നല്ല കാറ്റും നല്ല തണുപ്പും. ഇവിടെ ആൾക്കാരുണ്ടടി, ആൾക്കാരൊക്കെ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്. ഒരു പൂളിൽ കളർ നോക്ക്, അടികൂടെ ലൈറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അടിപൊളി കേട്ടോ. ഇപ്പോഴും കുളിക്കാൻ സെറ്റാണ്, പക്ഷെ തണുപ്പായിരിക്കും, ഭയങ്കര തണുപ്പായിരിക്കും. നമുക്ക് പൂള് കാണാൻ അടിപൊളി. തിരമാലയുടെ ശബ്ദം പൊളി. എങ്ങനെയാണ് ഇവിടെ സ്റ്റേ നൈസ് ആയിരുന്നില്ലേ? അല്ലേ? അയ്യോ ഇതിനകത്തിരുന്ന് എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ജാഗ്രത ഉറങ്ങും ഗൈസ്. ഓ അല്ല സുഖമുണ്ട്. ഇവിടെ ഇരുന്ന് ഉറങ്ങി തന്നെ ഞാൻ ഉറങ്ങിപ്പോയി വന്ന് വിളിക്കണേ. ഓ ഇതൊക്കെ തുറന്ന വീട്ടിൽ പണിയണോ അല്ലേ? വെറുതെ ഇതായതുകൊണ്ടേ തുണിയല്ലേ നമ്മുടെ ആ ഒരു ബോഡിയിൽ തൊട്ടില് കിടക്കുന്ന. ഓ എന്നാ കാര്യം സുഖമാ. അയ്യോ നമ്മളിങ്ങനെ മാസമൊക്കെ കൂടുമ്പോ ഇങ്ങനെയൊക്കെ ഒരു പുറത്തൊരു എപ്പോഴും വീട്ടിലിരിക്കും ഒരു ദിവസം നമ്മൾ എപ്പോഴും നിൽക്കുന്ന ഒരു അറ്റ്മോസ്ഫിയറിന്ന് ഒന്ന് രണ്ട് ചേഞ്ച്. അതെ, ജസ്റ്റ് ഒന്ന് പുറത്തു പോയി ഒരു മാസം കൂടുമ്പോൾ 2 മാസം കൂടുമ്പോൾ ജസ്റ്റ് ഇങ്ങനെയൊക്കെ ബീച്ചിലോ റിസോർട്ടിലൊക്കെ പോയി ജസ്റ്റ് ഒന്ന് സ്റ്റേ എടുത്തിട്ട് ഒരു ദിവസമൊക്കെ ഫുഡൊക്കെ കഴിച്ച് നൈസായിട്ട് എൻജോയ് ചെയ്തിട്ടൊക്കെ പോകണം. നല്ല വൈബാണ്. സുഖമായിട്ടിരിക്കാൻ, കാറ്റുണ്ട്, കടലിന്റെ സൗണ്ട്. ഇന്ന് കുറച്ചും കൂടി ഫ്രീ ആവുമെന്ന് ഞാൻ ആഗ്രഹിച്ചായിരുന്നു. കാരണം ഇന്നത് ഷൂട്ടിങ് ഇതൊക്കെ കാര്യങ്ങളായതുകൊണ്ട് കുറച്ചും കൂടി നമുക്ക് പൂളി കിടന്ന് മറിയാനൊന്നും പറ്റിയില്ല. നമുക്ക് നാളെ തീർക്കാം. അതുപോലെ താഴെ ബീച്ചിലോട്ടൊന്നും ഇറങ്ങാൻ പറ്റിയില്ല. നമ്മുടെ ഫസ്റ്റ് ആനിവേഴ്സറി നമ്മൾ അടിച്ച് പൊളിച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ. അപ്പോൾ ഗൈസ് അതുപോലെ തന്നെ നമ്മുടെ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ആനിവേഴ്സറി കല്ലേ ഗൈസ് അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളെ. ലൈക്ക് കയറും എല്ലാവരും. നമ്മുടെ സ്റ്റാറ്റസ് ഇടണം, സ്റ്റോറി വെക്കണം. നമ്മുടെ ആനിവേഴ്സറി എല്ലാവരും ചെയ്യണം, ലൈക്ക് ചെയ്യണം. അല്ലേ മുതലേ? അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് വ്ളോഗ് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഹോപ്പ് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പിന്നെ ഇതിലുള്ള പരിപാടി കാണുന്നവരെ ബൈ. എല്ലാവരും അസംബ്ലി. അതെ, ഞങ്ങള് കരയുന്നതിന് മുന്നേ എടുക്കണം. കട്ടിയട്ടെ കുഴപ്പമില്ല.